ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു വൊളാറ്റിലിറ്റി തന്നെയാണ്. ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ചൈനീസ് മാർക്കറ്റുകളെല്ലാം തന്നെ ഇന്ന് വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ജാപ്പനീസ് മാർക്കറ്റുകൾ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അമേരിക്കൻ മാർക്കറ്റിൽ ഇന്നലെ ഡൗ ജോൺസ് ഇൻഡെക്സ്, അതുപോലെ തന്നെ നാസ്ഡാക്ക്, റസൽ 2000 ഒക്കെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. അതേസമയം S&P 500 ഫ്ലാറ്റ് ക്ലോസിംഗ് ആയിരുന്നു. അമേരിക്കയിൽ 3M അതുപോലെ തന്നെ നെറ്റ്ഫ്ലിക്സും ആണ് മുന്നേറിയിട്ടുള്ളത്. 3M നെറ്റ്ഫ്ലിക്സും പുതിയ റെക്കോർഡ് ഹൈ എത്തിയിരിക്കുകയാണ്. Q4 റിസൾട്ടുകൾ വന്നത് ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആണ്. അതോടൊപ്പം തന്നെ മേജർ അനൗൺസ്മെൻറ്റ് ഇന്നലെ അമേരിക്കയിൽ വന്നിട്ടുള്ളത് ഓപ്പൺ AI, അതുപോലെ തന്നെ ഒറാക്കിൾ, NVIDIA, മൈക്രോസോഫ്റ്റ്, സോഫ്റ്റ് ബാങ്ക് ഗ്രൂപ്പ്, ജപ്പാനൊക്കെ കൂടിയിട്ട് അമേരിക്കയിൽ $500 ബില്യൺ സ്റ്റാർ ഗേറ്റ് എന്ന് പറയുന്ന AI ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യാണ്. അടുത്ത 4 വർഷത്തിനുള്ളിൽ ഇത് ബിൽഡ് ചെയ്യുന്നതാണ് പറയുന്നത്. പവർ ജനറേഷൻ, അതുപോലെ തന്നെ പവർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, ഡാറ്റാ സെൻറ്റർ റിലേറ്റഡ് ഡെവലപ്മെൻറ്റ്, ഇതൊക്കെയാണ് മേജറായിട്ടുള്ള തീമുകൾ ഈ സ്റ്റാർ ഗേറ്റ് എന്ന് പറയുന്ന AI ഇൻഫ്രാസ്ട്രക്ചർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒപ്പം AI ഡെവലപ്മെൻറ്റും കൂടിയുണ്ട്. തീർച്ചയായിട്ടും ഒറാക്കിൾ പോലുള്ള കമ്പനികൾക്കും മൈക്രോസോഫ്റ്റ്, NVIDIA, സോഫ്റ്റ് ബാങ്ക് ഗ്രൂപ്പ് കമ്പനികളെ സംബന്ധിച്ചൊക്കെ ഇത് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ ഇന്നലെ പുറത്തു വന്നിട്ടുള്ള Q4 റിസൾട്ടുകൾ അമേരിക്കയിൽ 3M നെറ്റ്ഫ്ലിക്സും ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഈ സ്റ്റോക്ക് പ്രൈസസിലുണ്ട്. നെറ്റ്ഫ്ലിക്സ് ഇന്നും വീണ്ടും പുതിയ റെക്കോർഡ് ഹൈറ്റ് എന്നുള്ള എക്സ്പെക്റ്റേഷനാണ്. ആഫ്റ്റർ അവേഴ്സിൽ നെറ്റ്ഫ്ലിക്സ് ട്രേഡ് ചെയ്യുന്നത് ബെറ്റർ ആയിട്ട് തന്നെയാണ്. അറൗണ്ട് 14% ബെറ്റർ ആണ്. അപ്പോൾ Q4 റിസൾട്ടുകൾ വരുന്നത് ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ് റിസൾട്ടുകൾ കാഴ്ചവെക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഇമ്പാക്റ്റൊക്കെ അമേരിക്കൻ മാർക്കറ്റിൽ ഉണ്ടാവാം. അതോടൊപ്പം തന്നെ ട്രംപിൻ്റെ അനൗൺസ്മെൻറ്റുകൾ വലിയ രീതിയിലുള്ള വൊളാറ്റിലിറ്റി മാർക്കറ്റിൽ ഉണ്ടാക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ഒപ്പം ട്രംപ് സെക്കൻഡ് ഡേ പറഞ്ഞിരിക്കുന്നത് ചൈനീസ് ഇമ്പോർട്ടുകളിൽ മേൽ 10% ഡ്യൂട്ടി ഏർപ്പെടുത്താനായിട്ട് അദ്ദേഹം കൺസിഡർ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് ഫെബ്രുവരി 1 മുതൽ. ഈ ന്യൂസിന് ശേഷമാണ് ഇന്ന് ചൈനീസ് മാർക്കറ്റുകൾ താഴെ ട്രേഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഒരു പക്ഷേ കമ്മോഡിറ്റി മാർക്കറ്റിലും കണ്ടേക്കാം. ഇന്ന് ഗോൾഡ് ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. $2,762 പെർ ഔൺസിനാണ് ഫെബ്രുവരി ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത്. സിൽവർ ബെറ്റർ ആണ്. മറ്റ് കമ്മോഡിറ്റികളെല്ലാം തന്നെ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിലും താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. $79.28 പെർ ബാരലിനാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇനി Q3 റിസൾട്ടുകൾ വരാനുള്ള റിസൾട്ടുകൾ, അതുപോലെ തന്നെ ഫെബ്രുവരി 1 യൂണിയൻ ബഡ്ജറ്റാണ് നമ്മളെ സംബന്ധിച്ചുള്ള മേജർ ഇവൻറ്റുകൾ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ട്രംപിൻ്റെ പ്രഖ്യാപനങ്ങൾ, ബ്രിക്സ് കൺട്രികളിൽ മേലെ 100% താരിഫ് ഏർപ്പെടുത്തുന്നതാണ് അദ്ദേഹം പറയുന്നത്. ഈ ബ്രിക്സ് കൺട്രികൾ US ഡോളറിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് പുതിയൊരു കറൻസി ഫോം ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ളൊരു നീക്കം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റു ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റിൽ വൊളാറ്റിലിറ്റി തന്നെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഒക്കെ വരുന്നുണ്ട്. IDBI ബാങ്കിൻ്റെ ഫൈനാൻഷ്യൽ ബിഡിങ് മാർച്ചിൽ ആരംഭിക്കുന്നതാണ് പറയുന്നത്. എക്സിസ്റ്റിംഗ് പ്ലേയേഴ്സ് ഫെയർഫാക്സ്, അതുപോലെ തന്നെ എമിറേറ്റ്സ്, NBD, കോട്ടക് മഹീന്ദ്ര ബാങ്ക്, ഓക്ക് ട്രീ ക്യാപിറ്റൽ, ഈ 4 ബിഡേഴ്സാണ് ഇപ്പോൾ എലിജിബിൾ ആയിട്ടുള്ളത്. ഇവർ ഡ്യൂ ഡെലിജൻസും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഒഫീഷ്യലി ആരും കൺഫേം ചെയ്തിട്ടില്ല. IDBI ബാങ്ക് മിക്കവാറും അടുത്ത ധനകാര്യ വർഷം 1ാമത്തെ ക്വാർട്ടറിലോ 2ാമത്തെ ക്വാർട്ടറിലോ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത്. IDBI ബാങ്കിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഏത് ബാങ്കാണോ ടേക്ക് ഓവർ ചെയ്യുന്നത് അതിനനുസരിച്ച് ആ ബാങ്കിൻ്റെ ഇപ്പോഴത്തെ പേര് മാറ്റി IDBI ബാങ്ക് എന്നുള്ള പേരിടുന്നുള്ളൊരു കണ്ടീഷനും കൂടിയുണ്ട് ഈ ടേക്ക് ഓവറിൽ. അപ്പോൾ തീർച്ചയായിട്ടും IDBI ബാങ്ക് മാർക്കറ്റ് വൊളാറ്റിലിറ്റിയിൽ താഴെ വരുന്ന സമയങ്ങളിൽ ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. സെബി IPO മാർക്കറ്റിൽ വീണ്ടും ചില മാറ്റങ്ങൾ കൊണ്ടുവരികയാണ്. ഇപ്പോൾ IPO അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് ലിസ്റ്റ് ചെയ്യാനായിട്ട് 3 ദിവസം എടുക്കുന്നുണ്ട്. ആ 3 ദിവസം ഗ്രേ മാർക്കറ്റിൽ ധാരാളം ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. ഇതും ഒഫീഷ്യൽ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കത്തിലാണ് സെബി എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഫുള്ളി റെഗുലേറ്റഡ് ആക്കാനുള്ള നീക്കമാണ് ഇത്. പുതിയൊരു ഇന്നോവേഷൻ തന്നെയാണ്. കാരണം 3 ദിവസത്തെ ട്രേഡും കൂടി ഗ്രേ മാർക്കറ്റ് ട്രേഡും കൂടിയിട്ട് പ്ലാറ്റ്ഫോമിലേക്ക്
വരുമ്പോൾ തീർച്ചയായിട്ടും അത് ലോങ് റണ്ണിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് പോസിറ്റീവ് ഇമ്പാക്റ്റാണ് നൽകാൻ പോകുന്നത്. ഇനി ബാങ്ക് ഓഫ് അമേരിക്കയുടെ ഒരു സർവേ ഉണ്ടായിരുന്നു. ജനുവരി 10 മുതൽ 16 വരെ നടത്തിയിട്ടുള്ള സർവേ ആണ്. 214 ഫണ്ട് മാനേജേഴ്സാണ് ഈ സർവേയിൽ പങ്കെടുത്തിട്ടുള്ളത്. എല്ലാവരും പറയുന്നത് ചൈനീസ് മാർക്കറ്റുകൾ 2025 വീണ്ടും താഴെ വന്നേക്കാമെന്നാണ്. ജാപ്പനീസ് മാർക്കറ്റുകളാണ് ഡബിൾ ഡിജിറ്റ് റിട്ടേൺ നൽകാൻ സാധ്യതയുള്ളതെന്നാണ് ഈ ഫണ്ട് മാനേജേഴ്സിൻ്റെ ഒപ്പീനിയൻ. തീർച്ചയായിട്ടും ഈ ഒപ്പീനിയനൊക്കെ ട്രംപിൻ്റെ പ്രഖ്യാപനത്തിന് ശേഷം വീണ്ടും ഒക്കെ മാറ്റം വന്നേക്കാം. എന്നിരുന്നാലും പൊതുവെ നൽകുന്ന സൂചന 2025 വളരെ ടഫ് ഇയർ ആയിരിക്കും ഏഷ്യൻ മാർക്കറ്റുകൾക്ക് എന്നുള്ളൊരു സൂചന തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇൻവെസ്റ്റേഴ്സ് ഇപ്പോൾ പ്രിഫർ ചെയ്യുന്നത് സെമി കണ്ടക്ടർ സ്റ്റോക്കുകൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നതാണ് പറയുന്നത്. ഈ മാർക്കറ്റുകളിലും തീർച്ചയായിട്ടും സെമി കണ്ടക്ടർ രംഗത്തുള്ള CG പവർ പോലുള്ള ഓഹരികൾ, മറ്റ് റിലേറ്റഡ് ഓഹരികളെ സംബന്ധിച്ചൊക്കെ ഇതൊരു പോസിറ്റീവ് ന്യൂസാണ്. ഒപ്പം നമ്മൾ മറ്റ് ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അഡാനി എനർജി സൊല്യൂഷൻസ് 25,000 കോടി രൂപ വരെ 6 ഗിഗാവാട്ടിൻ്റെ ഹൈ വോൾട്ടേജ് ഡയറക്റ്റ് കറൻറ്റ് സിസ്റ്റം, അതായത് രാജസ്ഥാനും UPയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. ഈ ഹൈ വോൾട്ടേജ് ഡയറക്റ്റ് കറൻറ്റ് സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് ലോങ് റേഞ്ച് ട്രാൻസ്മിഷൻ ലൈനുകളിലേക്കാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു സമീപനം തന്നെയാണ് ഗവൺമെൻറ്റിൽ ബഡ്ജറ്റിൽ കൊണ്ടുവരാൻ പോകുന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യയിൽ വലിയ രീതിയിൽ ഗ്രീൻ എനർജി കോറിഡോർ 3 അനൗൺസ്മെൻ്റ് ഉണ്ടാവും. അതിൽ ഹൈ വോൾട്ടേജ് ഡയറക്റ്റ് കറൻറ്റ് ട്രാൻസ്മിഷൻ ലൈൻസിനായിരിക്കാം പ്രാമുഖ്യം കൊടുക്കാൻ പോകുന്നതാണെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇത് അഡാനി എനർജി സൊല്യൂഷൻസ്, അതുപോലെ തന്നെ KEC ഇൻ്റർനാഷണൽ, കൽപ്പത്തരു പവർ ട്രാൻസ്മിഷൻ, ഈ കമ്പനികളെ സംബന്ധിച്ചൊക്കെ വളരെ പോസിറ്റീവാണ്. ഒപ്പം പവർ ഗ്രിഡിനും ഈ ന്യൂസ് പോസിറ്റീവ് തന്നെയാണ്. അതോടൊപ്പം തന്നെ റെയിൽവേസ് ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ ഹൈ സ്പീഡ് ട്രെയിൻ സിസ്റ്റം കൊണ്ടുവരുന്നതാണ് പറയുന്നത്. സൗത്ത് ഇന്ത്യ അക്രോസ് ഇന്ത്യയിൽ ബുള്ളറ്റ് ട്രെയിനുകളും മറ്റ് ഹൈ സ്പീഡ് ട്രെയിനുകളും ഓടിപ്പിക്കാനുള്ള പദ്ധതിയാണ് ബഡ്ജറ്റിൽ ഈ അനൗൺസ്മെൻ്റ് ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അനൗൺസ്മെൻറ്റുകൾ വരികയാണെങ്കിൽ അതാത് രംഗത്തുള്ള സ്റ്റോക്കുകളെ സംബന്ധിച്ചൊരു പോസിറ്റീവ് ഇമ്പാക്റ്റാണ് നൽകാൻ പോകുന്നത്. ഡെൻഡ വാട്ടർ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് IPO ഒന്ന് ഓപ്പൺ ആവാണ്. 294 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ്. ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO ആണ്. IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് മെയിൻ ബോർഡ് IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് അപ്ലൈ ചെയ്യാവുന്ന ഒരു IPO കൂടിയാണ്. ഇന്ന് ധാരാളം Q3 റിസൾട്ടുകളുണ്ട്. കോഫോർജ് ഉണ്ട്, HDFC ബാങ്ക് ഉണ്ട്, HUL ഉണ്ട്, ഹഡ്കോ ഉണ്ട്, പെർസിസ്റ്റൻറ്റ് സിസ്റ്റംസ് ഉണ്ട്, പിഡിലൈറ്റ് ഉണ്ട്, പോളിക്യാബ് ഉണ്ട്, ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്, BPCL ഉണ്ട്, അതുപോലെ തന്നെ സെൻസാർ ടെക്നോളജീസ് ഒക്കെ ഉണ്ട്. ഈ റിസൾട്ടുകൾക്ക് അനുസരിച്ച് ഈ സ്റ്റോക്കുകളിലൊക്കെ ഒരു മൂവ്മെൻറ്റ് കണ്ടേക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യേണ്ടതാണ്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്നലെ 5,920 കോടി രൂപയുടെ സ്റ്റോക്ക് വിറ്റിട്ടുണ്ട്. ഡൊമസ്റ്റിക് ഫണ്ടുകൾ 3,500 കോടി രൂപയുടെ സ്റ്റോക്കും വാങ്ങിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ വളാറ്റിലിറ്റി വെച്ച് നോക്കുമ്പോൾ മാർക്കറ്റ് വീണ്ടും ഒരുപക്ഷെ നല്ല രീതിയിൽ താഴത്തേക്കൊക്കെ പോയേക്കാം. നമ്മൾ പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റ് പ്രതീക്ഷയ്ക്ക് ഒത്തു ഉയർന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ബഡ്ജറ്റിന് ശേഷമൊക്കെ ഒരു സെൽ ഓഫ് ഉണ്ടായേക്കാം. അപ്പോൾ അത്തരത്തിലുള്ള സെൽ ഓഫ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിഫ്റ്റി 21,800 22,000 ലെവലിലേക്കൊക്കെ താഴെ വന്നേക്കാം. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ 22,800 22,500 എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ. എല്ലാവരും ബഡ്ജറ്റിനെയാണ് ഉറ്റുനോക്കുന്നത്. ബഡ്ജറ്റിൽ ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ മാർക്കറ്റ് ഉണ്ടായേക്കാം. ഒപ്പം ഗ്ലോബൽ ഫാക്ടേഴ്സ്, ട്രംപിൻ്റെ പ്രഖ്യാപനങ്ങൾ, ഇനി ട്രംപ് വീണ്ടും വലിയ രീതിയിൽ റഷ്യയ്ക്കും ചൈനയ്ക്കും അഗൻസ്റ്റ് ആയിട്ടുള്ള താരിഫുകളൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റേതായ ഇമ്പാക്റ്റൊക്കെ മാർക്കറ്റിലുണ്ടാവാം. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. നമ്മൾ ഇന്ന് ട്രേഡിംഗ് ആരംഭിച്ചതിന് ശേഷം നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് അറ്റ് കറൻറ്റ് പ്രൈസിലും അതുപോലെ തന്നെ മാർക്കറ്റ് ഫാളിലും വാങ്ങാവുന്ന 4 സ്റ്റോക്കുകൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് തങ്ങളുടെ ഫൈനാൻഷ്യൽ കപ്പാസിറ്റിക്കും അതുപോലെ തന്നെ റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റിക്കും അനുസരിച്ച് ഇത്തരത്തിലുള്ള സ്റ്റോക്കുകൾ ലോങ് ടേം പോയിൻ്റ് ഓഫ് വ്യൂവിൽ 4 ഘട്ടമായിട്ട് വാങ്ങാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.